വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നല്ല ചൂട് ഇഡ്ലിയുടെയോ ദോശയുടെയോ അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 3 കപ്പ് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതേപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, മുറിച്ചിട്ടൊന്നുമല്ല ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചുവന്നുള്ളിലേക്ക് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 തക്കാളി നീളത്തിലരിഞ്ഞതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് 3 മിനിറ്റ് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് ഒരു പകുതി വേവൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പ്രഷർ കുക്കറൊക്കെ കഴുകിയ വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 2 കപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്നും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സാമ്പാറിൻ്റെ മിക്സ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ 1 നുള്ള് ഉലുവ, 2 ഉണക്കമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. സാമ്പാർ പൊടി ചേർത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ പാനിൻ്റെ ചൂടിൽ തന്നെ ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കായം ചേർക്കാതെയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് കായം പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചുവന്നുള്ളി പരിപ്പ് ആ ഒരു മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പ് അല്ലെങ്കിൽ എരിവ് അതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി മുളക് പൊടി അല്ലെങ്കിൽ വറ്റൽമുളക് കൂടുതൽ ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാനാണ് നമ്മളിപ്പോൾ ശർക്കര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ലൂസാണ്, പക്ഷെ ഇതൊന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറുകി വരും കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെങ്കായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.